അതെ, അത് നല്ലതാ. എനിക്ക് സന്തോഷം, കേൾക്കുന്നവർക്ക് സന്തോഷം. അവധിയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ വീട്ടിലായിരിക്കും ഉള്ളത്? ഈ കാണുന്നതാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ വഴുതക്കാട് ഇരിക്കുന്ന ബിൽഡിംഗ്. ഞങ്ങളുടെ മുരിങ്ങ കുറച്ച് ദിവസം മുമ്പ് വെറുതെ ഒരു കാര്യമില്ല കുറേ ഒടിഞ്ഞു വീണു. മഴയും കാറ്റും ഒന്നും ഇല്ലായിരുന്നു, എന്താണോ എന്തോ ഒടിഞ്ഞു വീണു. പക്ഷെ അതുകൊണ്ട് സാധാരണ മുരിങ്ങയുടെ പൂ മരത്തിൽ നിൽക്കുമ്പോൾ നമ്മളങ്ങനെ എടുക്കാറില്ലല്ലോ, കായാകും എന്നുള്ളത്. പക്ഷെ അന്ന് ഒടിഞ്ഞു വീണത് കൊണ്ട് കുറേ കാലത്തിന് ശേഷം മുരിങ്ങ പൂ മാത്രം ഇട്ടിട്ട് നമുക്കൊരു തോരൻ വെക്കാൻ പറ്റി. കുറേ മുരിങ്ങാപ്പൂ ഉണ്ട്. വിഷമം തോന്നി, പക്ഷെ ഒടുങ്ങി പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ലാവിഷായിട്ട് മുരിങ്ങാപ്പൂ ഇട്ടിട്ട് ഒരു തോരൻ കഴിച്ചു. അവന് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ അമ്മൂൻ്റെ കൂടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയിട്ട് തിരിച്ചിപ്പോൾ എത്തി. വെറുതെ ഒന്ന് ഗാർഡനൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാനായിട്ടാണ് വന്നത്. ഇവിടുത്തെ ലൈറ്റൊക്കെ ഇടണം. നല്ലൊരു ഫീലാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ. ഐ മീൻ സച്ച് എ ബ്യൂട്ടിഫുൾ ബിൽഡിങ്. ആ ബിൽഡിങ് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഇന്ന് അമ്മുൻ്റെ ഫ്രണ്ട്, അമ്മുൻ്റെ കോളേജല്ലോ ഹോളി ഏഞ്ചൽസ് സ്കൂൾ മേറ്റ് ഗായത്രി എന്ന് പറഞ്ഞ കുട്ടിയുടെ കല്യാണം നാളെയാണ്. ഇന്ന് തലേ ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് അമ്മുൻ്റെ കൂടെ ഞാനും അതിന് പോകുന്നുണ്ട്. അമ്മു സാരിയാണ് ഇടുന്നത്. എനിക്ക് സാരി ഉടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നാൾ മുന്നേ വരെയുള്ള എൻ്റെ എല്ലാ സാരികളുടെ ബ്ലൗസും ടൈറ്റായി. ഞാൻ ഈ 1.5 ഇയേഴ്സിനുള്ളിലാണ് എനിക്ക് എൻ്റെ കുറച്ച് 5-6 കിലോ കൂടി. അത് കൂടിയതെല്ലാം ബ്ലൗസ് ഇടുന്ന ആ ബ്ലൗസിൻ്റെ ഏരിയ അവിടെയാണ് കൂടി. അപ്പോൾ എനിക്കിപ്പോൾ ഏത് ബ്ലൗസ് എടുത്താലും പിന്നെ എനിക്കിപ്പോൾ അതിനെ ലൂസാക്കണം. അവസാനം തച്ചൊരു 4-5 ബ്ലൗസസ് ഓക്കെയാണ്. പക്ഷേ അത് ആവശ്യമില്ല. ചുടിദാർ ഇട്ടുകൊണ്ട് സെൽവാറിടാണെങ്കിൽ എന്തൊരു സുഖമാണ് ഏത് പരിപാടിക്കും. പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിൽ അത്ര ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള റിച്ചായിട്ടുള്ള സെൽവാസൊക്കെ വളരെ കുറവാണ്. കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ള. പക്ഷേ ഓക്കെ. അപ്പോൾ ഞാൻ പോട്ടെ, ഇനി ഒന്ന് കുളിക്കണം. കുളിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും. ഒന്ന് പോയി കുളിച്ചാൽ ഒന്ന് ഫ്രഷ് ആവും. ഡ്രൈവറെ വരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയാൽ ചില സമയത്ത് പാർക്കിങ്ങും എല്ലാം ഒരു സീനായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പോയി കുളിച്ച് റെഡി ആവട്ടെ. ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയാൽ ഐ വിൽ ഷെയർ ദാറ്റ് വിത്ത് യു ഓൾ. അല്ലെങ്കിൽ നമുക്ക് നാളത്തേക്കും കൂടെ ആയിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് എൻ്റെ ഒരു ഹോം വ്ളോഗ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ ഐ വിൽ ഷെയർ വിത്ത് യു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇനി രാമചന്ദ്രയിൽ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോഴേക്കും വിചാരിച്ചൊരു വ്ളോഗ് എടുത്താലോ എന്ന്. പക്ഷെ ഇവിടെ ഒരു മൂഡില്ലായിരുന്നു, പിന്നെ എടുത്തില്ല. കുറേ വെജിറ്റബിൾസ്, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുഞ്ഞു ബില്ലായിരുന്നു. അപ്പം ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആവട്ടെ. ഓക്കെ, കം. ഇഷാനിക്കുട്ടി ജിമ്മിൽ പോകുന്നു. ബൈ ബേബി. എന്തിയാ പോവാ? ഇതാണോ നിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം? അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഇഷ്ടമാണ് പഴം. ബിഫോർ വർക്ക്ഔട്ട് ഗിവ്സ് മീ എനർജി. ഏത്തപ്പഴം ആണോ റോബസ്റ്റ് ആണോ ബെറ്റർ? എനിക്ക് ഏത്തപ്പഴം ഇഷ്ടം. ആണോ? ഓക്കെ ബേബി, പതുക്കെ വണ്ടി ഓടിച്ചു പോണേ. വേഗം തിരിച്ചു വരണേ. ടാറ്റാ. ബൈ ബൈ. ഞാൻ കുടിക്കാൻ പോകുന്ന പറയും. ഗാർഡനിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈശാനി പറയും, അമ്മ ഒന്ന് ഗേറ്റ് തുറന്ന് തരുമോ? നമ്മളിപ്പോൾ ഒരിടയ്ക്ക് നല്ല ഡല്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് ഒരുവിധം പിച്ച വെച്ച് പൂത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പോയി റെഡി ആവട്ടെ. Have a happy and cheerful married life. So, for some prayer song, I invite Avanna onto the stage.
Please give a round of applause. ബൈ ഡോറടങ്ങിയോ? ഡോറടങ്ങിയോ? ബൈ. കുടിക്കാൻ പറ്റില്ല, പക്ഷേ കുടിക്കാൻ. ഹലോ. അപ്പോൾ 2 ദിവസത്തെ കുറച്ച് ബിറ്റ്സാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ബിഗിനിങ്ങിൽ ഇങ്ങനെ കാണിച്ചു പോകുന്നത്. ഇന്നലെ എന്തായിരുന്നു, മോർണിംഗ് എന്തൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഗായത്രിയുടെ കല്യാണത്തിന് തലേദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അവിടുത്തെ കുറച്ച് വിഷ്വൽസ്. ഇന്നായിരുന്നു കല്യാണം. അപ്പോൾ ഞാൻ ഇന്നലെ കല്യാണത്തിന് പോകാനായിട്ട് സാരി ഉടുക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിൽ 2 സാരി സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് വെച്ചു. ഒരു പിങ്കിൽ ഗ്രീൻ ബ്ലൗസ് ഉള്ളതും പിന്നെ അല്ലാതെ ഒരു ബ്ലൂയിഷ് ഗ്രീൻ 2 കൊണ്ട് വെച്ച്. അണ്ടർ സ്കേർട്ട് എടുത്ത് വെച്ച് ഹീൽസ് വരെ തപ്പി വെച്ചു. എന്നിട്ട് എനിക്കൊരു മടി, സാരി ഉടുക്കാൻ ഇങ്ങനെ എനിക്ക് എന്താണോ മടിയെന്ന് എനിക്ക് അറിയുള്ളൂ. എനിക്ക് ആകെ മടി. അപ്പോൾ ഇതെൻ്റെ ഉള്ളവൈസ് എല്ലാവരും ഇത് എത്നിക് വീവ്സ് നിന്ന് ഇപ്പോൾ പുതിയത് ഞാൻ ആക്ച്വലി ഒരു 2 മാസം മുന്നേ എപ്പോഴും ഞാൻ സെലക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ശരിക്കും മറന്നുപോയി. ഞാൻ ഇടയ്ക്കെപ്പോഴും ഒന്ന് ഓർത്തപ്പോൾ ചോദിച്ചു, പിന്നെ ഞാനങ്ങ് വിട്ടു. നമ്മൾ ആ ട്രിപ്പൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോൾ മറന്നുപോയി. അപ്പോൾ ഇന്നലെ അമ്മോൻ്റെ ഒരു ബ്ലൗസ് കളക്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു ചോദിച്ചു, അമ്മയുടെ ഒരു സെൽവാറും വേറെ ഡ്രസ്സും റെഡി ആയിട്ടിരിക്കുന്നു, കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ ആന്ന് പറയും. പറയുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ ഏത് മെറ്റീരിയൽ. കാരണം പലപ്പോഴും എത്നിക് വീവ്സിങ് ഞാൻ പോകുമ്പോൾ ചിലപ്പം മെറ്റീരിയൽ എടുക്കാനൊന്നും ആയിരിക്കില്ല പോകുന്നത്, ഏതെങ്കിലും പഴയത് കളക്ട് ചെയ്യാനായിരിക്കും പോകുന്നത്. അപ്പോഴായിരിക്കും ചേച്ചി പറയും പുതിയത് വന്നിട്ടുണ്ട് നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം, കൊള്ളാം. അപ്പോൾ അതുപോലെ ഇത് കൊള്ളാം, ഇത് നന്നായിട്ടുണ്ട്, ഇത് എടുക്കുന്ന പറയുമ്പോൾ നമ്മൾ ശരി ഓക്കെ എന്ന് പറയുമ്പോൾ അത് അവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോകും. ഏത് പീസാണ് നമ്മളൊരു 8 കണ്ടിട്ടുണ്ടാവും, നമ്മളേതെങ്കിലും ഒന്നായിരിക്കും എടുക്കുന്നത്, നമ്മുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും കളേഴ്സൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ മെമ്മറിയിൽ നിന്ന് എവിടെയോ വൈപ്പ് ഔട്ടായി പോയ ഒരു സെൽവാറായിരുന്നതും. ഇറ്റ്സ് എ വെരി പ്രിറ്റി വൺ. അങ്ങനെ ഇത് ഇന്നലെ തച്ച് റെഡിയാക്കി അവിടെ കൊണ്ട് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ സാരിയിലോട്ട് കുറേ നേരം നോക്കി.
സാരി നോക്കിയപ്പോൾ പിന്നെ സാരി ഇടുന്നെങ്കിൽ അതിന് മാച്ചിങ് കമ്മലിടണം. ഞാൻ മുല്ലപ്പൂ ഒന്നും എനിക്ക് പട്ട് സാരിയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഐ ലൈക്ക് ടു കീപ്പ് മുല്ലപ്പൂ. അപ്പോൾ ഞാൻ ഇന്നലെ മുല്ലപ്പൂ വാങ്ങി വെച്ചില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ സെൽവാർ ഇടാം. പക്ഷേ സെൽവാറിട്ട് പോയതുകൊണ്ട് ആകെ വളരെ ഫ്രീ ആയിരുന്നു, വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഞാൻ അവിടെ ലാവിഷായിട്ട് നമുക്ക് ഇരിക്കാനും നടക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ സെൽവാറാണെങ്കിൽ ഭയങ്കര ഒരു സമാധാനമാണ്. ഇന്ന് ഒരുപാട് നാളിന് ശേഷം ഇന്ന് അമ്മൂൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ഗായത്രിയുടെ കല്യാണമായിരുന്നു. ഗായത്രി നിങ്ങളെൻ്റെ പഴയ മീനാക്ഷിയുടെയൊക്കെ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ, മീനാക്ഷി അമ്മുവൊക്കെ തലേ ദിവസം ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഗായത്രി ഉണ്ട്. ഗായത്രി എൻജിനീയറിങ് കഴിഞ്ഞ് MBA ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. വെരി സ്വീറ്റ് ഗേൾ. ആൻഡ് അപ്പോൾ ഇന്ന് ഗായത്രിയുടെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് അമ്മൂൻ്റെയൊക്കെ ബാച്ചിൽ കുറേ കുട്ടികളൊന്നും ഉണ്ടായിരുന്നു. ആൻഡ് മിക്കവരുടെ അമ്മമാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് മിക്കവരെ ഇന്ന് കാണുന്നത്. ഹന്നയുടെ അമ്മ ഉണ്ടായിരുന്നു, രേഷ്മയുടെ അമ്മ ഉണ്ടായിരുന്നു, മെറീനയുടെ അമ്മ, എൻ്റെ നെയ്ബർ വാനതി ഉണ്ടായിരുന്നു, പിന്നെ നേഹയുടെ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അമ്മമാർ ഇന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് അപ്പ് വിത്ത് ദം ആഫ്റ്റർ എ ലോങ് ടൈം. ആൻഡ് ഈ അമ്മമാരെ എല്ലാവരെയും എൻ്റെ ഓർമ്മയിൽ നമ്മൾ സ്ഥിരം പണ്ട് കണ്ടുകൊണ്ടിരുന്നത് ട്യൂഷൻ ക്ലാസ് ഉണ്ട് പുറത്ത്, വെളുപ്പാങ്കാലത്ത് രാത്രി സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ. അപ്പോൾ ഇങ്ങനെ സ്ഥിരം നമ്മൾ ഈ അമ്മുവിൻ്റെ ബാച്ചിലുണ്ടായിരുന്ന മിക്കതും ഈ നമ്മുടെ ഈ ഗ്യാങ്ങിലുണ്ടായിരുന്ന മിക്ക കുട്ടികളും കുറച്ച് പഠിപ്പിസ്റ്റ് പിള്ളേരായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും മറ്റേ എൻജിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പോകാനായിട്ടുള്ള അതിൻ്റെ കോച്ചിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന. അപ്പോൾ ഈ ട്രിവാൻഡ്രം സിറ്റിയിലെ എവിടെയൊക്കെ ട്യൂഷൻ ക്ലാസ് ഉണ്ടോ അവിടെയൊക്കെ കാണും. ഇവിടെ ഒരു മാത്സിന് പ്രസാദ് സാറിൻ്റെ അവിടെ, പിന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് ഉള്ളൂരിൽ ഒരു രാജേഷ് സാറിൻ്റെ അവിടെ, ഒരു JK എന്ന് പറഞ്ഞാൽ വേറൊരു സാറിൻ്റെ. അപ്പോൾ അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ വഴുതക്കാട് മാത്സിന് ഒരു KK സാറിൻ്റെ അവിടെ. അപ്പോൾ പിന്നെ ഈ കോച്ചിങ്ങിന് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഈ സെയിം സെറ്റ് ഓഫ് പാരൻസ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ സെയിം സെറ്റ് ഓഫ് പാരൻസിനാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ പലയിടത്തും മാത്സ് ട്യൂഷനൊക്കെ നമ്മൾ പണ്ട് വിട്ടിരുന്ന വെളുപ്പാങ്കാലത്താണ്. അപ്പോൾ വെളുപ്പാങ്കാലത്ത് ആ സ്ഥലത്ത് നമ്മളുണ്ടാവും. എൻ്റെ ഈ രേഷ്മയുടെയൊക്കെ അവിടെ അമ്മു ട്യൂഷൻ കഴിഞ്ഞിട്ട് രേഷ്മയ്ക്കൊക്കെ അന്ന് ഡ്രൈവർ വന്ന് പിക്ക് ചെയ്യുമ്പോൾ അമ്മുക്ക് കൂടെ പോകും. അവർ രേഷ്മയുടെ വീട്ടിൽ പോയി രാവിലെ പോയി അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ സ്കൂളിൽ പോകും. അങ്ങനെ ഈ എല്ലാ പാരൻസും തമ്മിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒരു ദിവസം ഒരാൾ പിക്ക് ചെയ്യും, ഒരു ദിവസം വേറൊരാൾ പിക്ക് ചെയ്യും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പണ്ടൊക്കെ പോയിക്കോട്ടെ. ഐ വാസ് റിയലി തിങ്കിങ് ഓഫ് ഓൾ ദാറ്റ്. ആൻഡ് ഇന്ന് ഒരുപാട് നേരം നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് കുറേ നേരം എല്ലാവരും കൂടെ അമ്മമാരും പിള്ളേരും എല്ലാവരും കൂടെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൻഡ് ഇറ്റ് വാസ് നൈസ്. സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോയി നമ്മളൊന്നിങ്ങനെ പോവും, കയറും, സ്റ്റേജിൽ കയറി നിൽക്കും, ഫോട്ടോ എടുക്കും, ഇങ്ങനെ വരും. പക്ഷെ ഇന്ന് അങ്ങനെയല്ലായിരുന്നു. ഇന്ന് അതിനൊക്കെ കാലം ഇറ്റ് വാസ് ലൈക്ക് സോ നൈസ് ടു സ്പെൻഡ് സോ മച്ച് ടൈം ടുഗെദർ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ഇടുവാണ്, അയ്യോ എന്ത് പറ്റി സിന്ധു ആൻറ്റി, ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് സ്റ്റോറീസൊന്നും അധികം കാണുന്നില്ലല്ലോ, വീഡിയോസൊന്നും അധികം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസ്. ഒരു മിനിറ്റ്, ഇവിടെ താഴെ എന്തോ ഒരു സൗണ്ട് എന്താണെന്ന് നോക്കട്ടെ. അത് ഒരു കൊച്ചുകുട്ടി സൈക്കിൾ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഞങ്ങളുടെ ഇവിടെ ആരോ വന്നു. അപ്പോൾ ആരൊക്കെയോ ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു മെസ്സേജ്, ഒന്നും കണ്ടില്ലല്ലോ. ട്രിപ്പ് കഴിഞ്ഞ് വന്ന ആദ്യത്തെ കുറേ ദിവസം ശരിക്കും തിരക്കെന്ന് വെച്ചാൽ ഒരു നോർമൽസിയിലോട്ട് എനിക്ക് തിരിച്ചു വരാൻ കുറച്ച് ദിവസം എടുത്തു. ബിക്കോസ് അത്രയ്ക്ക് ഓവർലോഡ് വർക്ക് ഉണ്ടായിരുന്നു. പ്ലസ് നമുക്ക് ആ ഒരു സ്ലീപ്പ് സൈക്കിളൊന്ന് കറക്റ്റായി കിട്ടുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് നമുക്ക് രാത്രി ഒരു 2 മണി 3 മണി വരെ ഉറക്കമേ വരുന്നില്ല എന്ന് വെച്ചിട്ട് രാവിലെ കൂടുതൽ ഉറങ്ങാൻ പറ്റത്തില്ല. രാവിലെ എണീക്കണം, ഹൻസൂന് കോളേജൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ എണീക്കണം. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഉറക്കമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും ആ സ്ലീപ്പ് സൈക്കിളിനെ ഒന്ന് ഏകദേശം ഒന്ന് ഓക്കെ ആയി. നൗ ഐ ഫീൽ ഓക്കെ, ഗുഡ്. ഹൻസൂന് ഇപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ്. അപ്പോൾ അവൻ്റെ ഈ കോളേജിൽ പോയി പെട്ടെന്നാണ് അവൾ വിളിച്ചുകൊണ്ട് വരുന്നത് ഡ്രൈവിങ്ങിന് പോകാനായിട്ട്. ഇനി അവളും കൂടെ ഒന്ന് ഡ്രൈവിംഗ് പഠിച്ച് ഒന്ന് സെറ്റ് ആവണം. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വേറെ എന്താ വിശേഷം, എന്താ ന്യൂസ്? എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഹാപ്പനിങ് ആയിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇറ്റ്സ് ഓൾ വെരി മച്ച് ഓർഡർ. ഞാനാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് സ്പ്രിങ്ങിൽ പോയപ്പോൾ അടിപൊളി വലിയ എത്ര നീളമുള്ള ഡാർക്ക് ഓറഞ്ചിഷ് റെഡ് ഷെയ്ഡിലുള്ള ക്യാരറ്റ് കിട്ടിയായിരുന്നു. എനിക്കത് വെച്ചിട്ട് മറ്റേ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങി. പക്ഷെ ഇവിടെ അപ്പോഴത്തേക്കാണ് അമ്മു പറയുന്നത്, അമ്മു എത്രയോ ദിവസത്തേക്ക്
നോ ഷുഗർ നോ മീറ്റിൻ്റെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുവാണ്. അമ്മൂടെ ഡയറ്റീഷ്യൻ കുട്ടി പറഞ്ഞു കൊടുത്തനുസരിച്ച് നോ ഷുഗർ ആൻഡ് നോ മീറ്റ്. അപ്പം ഞാൻ നോ ഷുഗറാ, അയ്യേ അപ്പം ക്യാരറ്റ് ഹൽവ ഷുഗർ ഇല്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടില്ല. അപ്പം ഞാൻ വെച്ചാൽ വിട്ടു. കാരണം ക്യാരറ്റ് ഹൽവ അമ്മു ഓസീഷാനി ഹൻസു കഴിക്കില്ല. അമ്മു കഴിക്കും, ഞാൻ കഴിക്കും, കിച്ചു കഴിക്കും, വേറെ ആരും നമ്മുടെ ഇവിടെ കഴിക്കത്തില്ല. അപ്പോൾ അവന് വെറുതെ അത് കഷ്ടപ്പെട്ട് ഞാൻ ആക്കി കഴിഞ്ഞാൽ അത് പിന്നെ ആര് കഴിക്കും? അതുകൊണ്ട് അത് ഞാനങ്ങ് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞാനിങ്ങനെ ഒരു കുറേ റെസിപ്പീസ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു. ഞാൻ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാനൊരു കറി, എന്തായിരുന്നു ആ കറിയിലേക്ക് വോണ്ട് വത്തക്കുഴമ്പെന്ന് പറഞ്ഞിട്ടൊരു കറി ഉണ്ടല്ലോ. ഞാൻ ഈ അടുത്ത് അതിൻ്റെ ഒരു റെസിപ്പി വളരെ സിമ്പിൾ, ഒരു തമിഴ് ചാനലിൽ വളരെ സിമ്പിളായിട്ട് ആക്കുന്ന ഞാൻ ഒരു റെസിപ്പി കണ്ടു. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അതിൻ്റെ ലിങ്ക് എടുത്ത് ഞാൻ എൻ്റെ വാട്സപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ വാസ് തിങ്കിങ് ഇതൊന്ന് ആക്കുന്ന ഒരു വീഡിയോ എടുക്കണം, നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം. ഇറ്റ്സ് വെരി ടേസ്റ്റി. വത്തക്കുഴമ്പ് തമിഴർക്ക് അറിയായിരിക്കും, മലയാളികൾക്ക് തീരെ അറിയത്തില്ല. അത് നമ്മുടെ മറ്റേ ആ കുഞ്ഞ് ബ്ലാക്ക് കളർ ഈ കാക്കപ്പൊണ്ണായ ആ ഐറ്റം ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ ഈ ചുണ്ടയ്ക്ക ഉണക്കിയ പോലത്തെ ഒരു ചെറിയ സാധനം, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ അതുപോലൊരു അതിനെ ഡ്രൈ ആക്കി വറ്റൽ പോലെയാക്കി അതിനെ ഫ്രൈ ആക്കി ഇട്ടിട്ട് ആക്കുന്ന ഒരു അടിപൊളി ഒരു എരിയുള്ളൊരു കറിയാണ്. ഞങ്ങൾക്ക് റീസെൻ്റ്ലി 2-3 മാസം മുമ്പ് നമ്മുടെ വേദിക്കൽ മൈത്രി തൈര് സാദവും ഈ കറിയും കൂടെ നമുക്ക് കൊടുത്തു വിട്ടായിരുന്നു. എൻ്റെ അമ്മേ, അതിൻ്റെ ഒരു രുചി അങ്ങനെ അത് ഭയങ്കര ടേസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫാനായിട്ട് ഞങ്ങൾ ചെന്നൈയിൽ ഇടയ്ക്ക് അമ്മുൻ്റെ ഐ സർജറിക്കൊക്കെ പോയിട്ട് ആ സോമർസെറ്റിൽ താമസിച്ചപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം കഴിക്കാനായിട്ട് ഓർഡർ ചെയ്ത ഫുഡ് തൈര് സാദം ആൻഡ് അതിൻ്റെ കൂടെ വത്തക്കുഴമ്പായിരുന്നു. ഇറ്റ് വാസ് സോ യം. അമ്മ പറയും ചെന്നൈയിലൊക്കെ അമ്മൂൻ്റെയൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ മിക്കപ്പോഴും ആക്കുന്ന ഒരു നോർമൽ കറിയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ മോര് കറി എന്നൊക്കെ പറയുന്നത്, ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ എനിക്ക് തോന്നുന്നു എവറി ഓൾട്ടർനേറ്റ് ഡേ ഒക്കെ ഊണിന് മോര് കറി കാണും, രസം കാണും, അവിയലും തോരനും ഒക്കെ നമ്മുടെയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ഒക്കെ നമ്മുടെ വീട്ടിൽ കറങ്ങി തിരിഞ്ഞ് വരുമല്ലോ. അതുപോലെ ഈ വത്തക്കുഴമ്പ് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ഐ റിയലി വോണ്ട് ടു ലേൺ ഇറ്റ്, ഐ റിയലി വോണ്ട് ടു മേക്ക് ഇറ്റ്. ആൻഡ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഐ വോണ്ട് ടു ഷെയർ ഇറ്റ് ഓൾസോ വിത്ത് യു പീപ്പിൾ. ജാനുവരി തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ചൂട്. നിങ്ങളുടെയൊക്കെ നാട്ടിലെങ്ങനെയാണ്? ചൂടുണ്ടോ? ഭയങ്കര ചൂട് വെച്ചാൽ ഭയങ്കര ഉഷ്ണം പോലെ. എന്താണോ എന്തോ, മഴയില്ല. നമ്മുടെ കേരളം കുറച്ച് ബ്ലെസ്ഡ് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നതിന് കാര്യമുണ്ട്. കാരണം നമുക്കിവിടെ ഒന്നൊരു ചൂടൊന്ന് കൂടി വരുമ്പോൾ ഒരു മഴ പെയ്യും, ഒരു മഴ സാധാരണ പെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു 2 ദിവസം കൂടി ഇതുപോലെ ചൂട് നിന്നാൽ മിക്കവാറും നമുക്കൊരു മഴ കിട്ടും. ഒരു മഴ കിട്ടിയാൽ നല്ലൊരു മഴയാണ് കിട്ടണമെങ്കിൽ പിന്നെ നമുക്കൊരു 2-3 ദിവസം ചെറിയൊരു ആശ്വാസമായിരിക്കും. എൻ്റെ അവിടെ നിന്ന കോവയ്ക്കയുടെ ചെടി ആരൊക്കെയോ തന്ന അഡ്വൈസുമായിട്ട് അതിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ അതിനെ അവിടെ നിന്ന് തോണ്ടി ഇങ്ങനെ ഒക്കെ എടുത്ത് പൊക്കിയെടുത്ത് ബാക്കിലൊരു ചട്ടി ഉണ്ടായിരുന്നു, ആ ചട്ടിയിൽ കൊണ്ട് നട്ടിട്ടുണ്ട്. അത് കുഞ്ഞു ചെടിയായിരിക്കുമ്പോൾ ചെയ്യണമായിരുന്നു. പക്ഷെ കുഞ്ഞു ചെടിയായിരുന്നപ്പോൾ അത് കോവയ്ക്കാണോ മറ്റെന്തെങ്കിലും ആണോ, അത് രക്ഷപ്പെടുവോ എന്നൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ അതങ്ങ് നീണ്ടങ്ങ് പോയി. അപ്പം ഞാൻ ബാക്കിൽ കൊണ്ട് നട്ടിട്ടുണ്ട്. അത് രക്ഷപ്പെടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. രക്ഷപ്പെടുവാണെങ്കിൽ കൊള്ളാം, രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ ചെടിയെ പാവം ഞാനാണ് അതിനെ എടുത്ത് വലിച്ചിളകി കൊണ്ടുപോയി. പക്ഷേ എനിക്കിവിടെ വെച്ചേക്കാൻ വയ്യ. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അതിനിങ്ങനെ മുകളിലോട്ട് വേണ്ടേ പടർത്താൻ. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കോവയ്ക്ക പടർത്തിയൊക്കെ വെച്ചാൽ ഇറ്റ് വോണ്ട് ലുക്ക് ഗുഡ്. അതാണ് ഞാനിതിനെ അവിടെ നിന്ന് മാറ്റിയത്. വേറെ പുതിയ സിനിമകളൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്? ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് 2 ദിവസം ഇങ്ങനെ പടം കണ്ടായിരുന്നല്ലോ, ധനുഷിൻ്റെ പടം. എൻ്റെ പേരെന്തുമായിരുന്നു? ക്യാപ്റ്റൻ മില്ലർ. ഐ സോ ദാറ്റ് മൂവി, ക്യാപ്റ്റൻ മില്ലർ. എനിക്കങ്ങനെ ഇറ്റ് ഇസ് ഓക്കെ, ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് മച്ച്. കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷേ അതിൻ്റെ ഒരു എന്തോ സംതിങ് എവിടെയോ അത്രയ്ക്ക് വിചാരിച്ചത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ തിയേറ്ററിൽ പോയി വേറെ ഏതോ ഒരു പടം കണ്ടിരുന്നല്ലോ കുറച്ച് നാൾ കൊണ്ട്, വിട്ടുപോയി. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ചിങ് ഋത്തിക് റോഷനും ദീപികയൊക്കെ ഉള്ള പടം. ഐ തിങ്ക് അത് റിലീസ് ആകാറായെന്ന് തോന്നുന്നു. ഞാൻ അത് കാണണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. 12th ഫെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ പോപ്പുലറായൊരു പടമുണ്ട്. ഐ തിങ്ക് അതിപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാറിലുണ്ട്, തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. വിക്രാന്ത് മാസി എന്ന് പറഞ്ഞ ആക്ടർ ആക്ട് ചെയ്തേക്കുന്ന പടമാണ്. ഇറ്റ്സ് എ നൈസ് മൂവി. അതൊരു റിയൽ സ്റ്റോറിയാണ്. ഒരു പാവപ്പെട്ട ഒരു പയ്യൻ കഷ്ടപ്പെട്ട് പഠിച്ച് IPS ഓഫീസറാകുന്ന ഒരു കഥയാണ്. അതിനെ ഞാൻ OTTയിലാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്ലോ പേസ്ഡാണ്, പക്ഷേ അത് എന്നാലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കുള്ള ഒരാളുടെ ട്രൂ സ്റ്റോറി ആകുമ്പോൾ നമുക്ക് അതിലൊരു ഇൻസ്പിറേഷൻ കിട്ടുമല്ലോ. ലൈക്ക് ഇങ്ങനെയൊക്കെ ആണല്ലോ അവർ സ്ട്രഗിൾ ചെയ്ത് പഠിക്കാനൊക്കെ ഇത്രയും സൗകര്യങ്ങൾ കുറഞ്ഞിട്ടും
പഠിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയും പഠിക്കാമല്ലോ. അതിനൊരു എക്സാമ്പിളായിരുന്നു ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ട് ഇറ്റ്. പിന്നെ ഞാൻ സീരീസ് ക്രൗൺ കണ്ടു കഴിഞ്ഞു. പിന്നെ ഞാൻ മണി ഹേസ്റ്റിൻ്റെ മറ്റേ ബേർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് ഞാൻ കണ്ടു. പിന്നെ ഞാനൊരു 3 of Us എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി. ഇറ്റ് വാസ് നൈസ്. ഐ മീൻ ഇറ്റ്സ് എ വെരി ഒരു എന്താ പറയുക, പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവിയാണ്. ബട്ട് ഇറ്റ് വാസ് നൈസ്. ഐ വാച്ച് ദാറ്റ്. പിന്നെ ഞാൻ നീന ഗുപ്തയും അനുപം ഖേറും ഉള്ള ഒരെണ്ണം 3/4 കണ്ടു വെച്ചേക്കുക. എൻ്റെ പേരെന്തുമായിരുന്നു, മറന്നുപോയി. ശർമ്മജിയോ ശാസ്ത്രിയോ സംതിങ് അതുപോലെ എന്തോ ഒരു പേര് വരുന്ന ഒരു സിനിമയായിരുന്നു. ഇറ്റ് വാസ് എ ഫൺ മൂവി. ഞാൻ കുറേ 3/4 കണ്ടു. ഇച്ചിരി കൂടെ കാണാറുണ്ട്, കണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ ഒരു സിനിമയൊക്കെ കാണാമായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ ഇവിടെ പറ്റത്തില്ല. കണ്ട് പകുതിയാകുമ്പോൾ എന്തിനെങ്കിലും പോകേണ്ടി വരും. പിന്നെ ഞാൻ വരുമ്പോൾ ടി വിയിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ പോകും. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് തൃശ്ശൂർ പോകുന്നുണ്ട് ഒരു കല്യാണത്തിന്. ട്രെയിനിലാണ് പോകണത്. ഇപ്പം കേരളത്തിലെ റോഡെല്ലാം മഹാമോശം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. ഞാൻ ഈ അടുത്തൊന്നും കൊച്ചി സൈഡിലോട്ട് ഡ്രൈവ് ചെയ്ത് പോയില്ല. ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചിയിലോട്ട് ഡ്രൈവൊക്കെ ചെയ്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. എന്നോട് ഇന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഗായത്രിയുടെ കല്യാണത്തിൽ പോയപ്പോൾ അവിടെ ആരോ പറയുന്നുണ്ടായിരുന്നു അവർ ട്രെയിനിലാണ് വന്നത്. കാരണം കാറിൽ വരുവാണെങ്കിൽ ആലപ്പുഴ തൊട്ട് എങ്ങോട്ടോ ഉള്ള ഒരു ഏരിയയിൽ എന്തൊക്കെയോ പൊളിച്ചിട്ടേക്കാണ്. ഇങ്ങനെ ഭയങ്കര സ്ലോയിലാണ് വണ്ടി പോകുന്നത്. ഞങ്ങൾ ലാസ്റ്റ് എന്നോ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ ഇറ്റ് വാസൻ ദാറ്റ് ബാഡ്, കുഴപ്പമില്ലാതെ എത്തി. എന്നാലും വളരെ 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 എല്ലായിടത്തും ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഒരു പണി നടക്കാത്തൊരു റോഡില്ലേ. ഹൻസൂണിക്കുണ്ടിയം കോളേജിൽ വിടാൻ പോകുമ്പോൾ നമ്മൾ ആ ഒരു മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ചെറിയൊരു പുതിയ ഷോർട്ട് കട്ട് ഞങ്ങൾ അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത്. MG കോളേജിൻ്റെ സൈഡിൽ പോയി കയറും. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ വാനിയൻസ് എത്താം. അപ്പോൾ ആ വഴി ഞാനിങ്ങനെ വളരെ എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആ ഒരു വഴി കണ്ടുപിടിച്ചതിൽ വളരെ പ്രൗഡായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ആ റോഡ് കുഴിച്ചു. ഒരു 4 ദിവസമായി ആ റോഡ് കുഴിച്ചപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് സോ സാഡ്. നമ്മളിങ്ങനെ അവിടെ എത്തുമ്പോഴാണ് അവിടെ കുഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ചെടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട്. ട്രിവാൻഡ്രം സിറ്റിയിൽ സത്യം പറഞ്ഞാൽ കുഴിക്കാത്ത റോഡുകളേ ഇല്ല. കുഴിച്ച് കഴിഞ്ഞാലും അത് റീടാറിങ് ഒന്നും നടക്കണില്ല. കുറേ മണ്ണിട്ട് നമ്മുടെ നടയൊക്കെ തന്നെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അങ്ങ് പോയേക്കുമോ. അല്ലെങ്കിൽ അതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. നല്ല ഡ്രൈവേഴ്സൊക്കെ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഈ രണ്ട് ഇന്നലെ എപ്പോഴും നമ്മൾ ആ ബേക്കറി ജംഗ്ഷന് മുകളിലോട്ട് വന്നപ്പോൾ അവിടുത്തെ ഒരു റോഡിൽ കൂടെ അമ്മ പറയുന്നു, ഈ റോഡിന് എന്തോ പറ്റി, നല്ല സ്മൂത്തായിട്ടുള്ള. അപ്പോൾ ഇപ്പം നമുക്കൊരു കുഴികളൊന്നും ഇല്ലാതെ കുറച്ച് ദൂരം ഒരു 500 മീറ്ററോളം നമുക്കൊന്ന് സ്മൂത്തായിട്ടൊക്കെ ഓടിക്കാൻ പറ്റുന്ന റോഡിലോട്ടൊന്ന് കാറ് കയറുമ്പോൾ ഭയങ്കര സംഭവമാണ്. വാവ്, പ്രശ്നമൊന്നും ഇല്ലാത്ത റോഡ്. അങ്ങനെ ആക്ച്വലി നമ്മുടെ ഈ വണ്ടികൾ വാങ്ങുമ്പോൾ ലൈഫ് ടാക്സ് ആണല്ലോ ഇപ്പോൾ നമ്മൾ അടയ്ക്കുന്നത്. ആ ടാക്സൊക്കെ അടയ്ക്കുന്ന ഫണ്ട് സപ്പോസ് ടു ബി ഫോർ മെയിൻറ്റെയിനിങ് ദ റോഡ്സ് അല്ലേ. അതെന്താണോ നമ്മുടെ നാട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഇപ്പോൾ റോഡിൽ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എനിക്ക് എത്ര ലെങ്ത് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇത്തവണത്തെ നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ലണ്ടൻ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു. ലണ്ടൻ ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരുന്നു. നമുക്ക് ചില ട്രിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ട്രിപ്പ് കഴിയുമ്പോൾ പണ്ടാരം തീർന്നു കിട്ടിയല്ലോ എന്ന് ചില ട്രിപ്പിനെ കുറിച്ച് ആലോചിക്കും. ചിലതാണെങ്കിൽ നമുക്കത് തീരെ വേണ്ട, നമുക്ക് കിട്ടണ ആ മെമ്മറീസ് ആർ ലൈക്ക് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ നൈസ്. നമുക്ക് വീണ്ടും ആ നാട്ടിൽ തിരിച്ചു പോകണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം ബാക്കി നിൽക്കും. അതുകൊണ്ട് എനിക്ക് അതുപോലെ സ്ഥലമായിരുന്നു ലണ്ടൻ. എനിക്ക് യൂറോപ്പൊക്കെ പോയപ്പോൾ ആംസ്റ്റർഡാമൊക്കെ എനിക്കിനി ഒരിക്കലും ഒരു ചാൻസ് കിട്ടിയാൽ പോലും പോകണമെന്നില്ല. ആംസ്റ്റർഡാം ടൂലിപ്പിനെയൊക്കെ കണ്ടു. എന്നാലും സംതിങ് എനിക്ക് ആ സ്ഥലത്തിനോട് നമുക്ക് അങ്ങനെ ഒരു ഓവർ ഇഷ്ടവും ഒരു ക്രേം അതൊന്നുമില്ല. ലണ്ടൻ വാസ് റിയലി നൈസ്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. വെദർ വാസ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റ് വാസ് സോ ഗുഡ്. ദ ഹോൾ ആംബിയൻസ് വാസ് റിയലി ഗുഡ്. ആൻഡ് ദ ഹോൾ എല്ലാം നല്ലതായിരുന്നു. ഇഷാനിയുടെ ഫോൺ ആരോ കട്ടുകൊണ്ട് പോയി ഒഴിച്ച് എൻ്റെ ഞാൻ സ്ഥിരം ഇടുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ എന്നും ഇടുന്നൊരു കമ്മൽ അതിന് ചെവിയിൽ നിന്ന് എവിടെ വീണ് പോയി കേട്ടോ, എൻ്റെ ഒരു കമ്മൽ. അതുകൊണ്ട് അന്നോട്ട് ഞാൻ ഇത് വിട്ട് കിടക്കി. ഇത് അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു തരണമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കമ്മൽ വീണ് പോയതുകൊണ്ട് ഞാനത് പണിയാൻ കൊടുത്തേക്കോ ഇവിടെ ഡിസയറിൽ. ജസ്റ്റ് വെയിറ്റിംഗ്. ഞാൻ എൻ്റെ ഈ ചെവി കീറിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ആകെ കാലങ്ങളായിട്ട് ഒറ്റ കമ്മലായിടുന്നത്. കാരണം അതിൻ്റെ സ്റ്റിക്ക് ഞാൻ എൻ്റെ ചെവിയുടെ ഈ സ്റ്റിച്ചുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പൊസിഷന് അഡ്ജസ്റ്റ് ചെയ്ത്
മാറ്റി വെച്ചേക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ കമ്പിങ്ങനെ കുറേ താഴ്ത്തിയാണ് ആ കമ്പ് വെച്ചിരുന്നത്. അപ്പോൾ അതെനിക്ക് ഇടുമ്പോൾ എൻ്റെ ചെവി കുറച്ച് കംഫർട്ടബിളായിട്ടിരിക്കും. അല്ലാതെ ഞാൻ എൻ്റെ റാൻഡം ഏതെങ്കിലും ഒരു കമ്മലെടുത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ ചെയ്യും. അപ്പോൾ എനിക്കത് മെയ്ഡ് ടു ഓർഡർ ഷേപ്പിലായിരുന്നു എൻ്റെ ഈ ഒരു കമ്മലിരുന്നത്. എൻ്റെ കയ്യിൽ കളഞ്ഞത് ആ കമ്മലല്ല, റൈറ്റ് സൈഡിലെ ചെവിയിലിരുന്ന കമ്മലാണ് കളഞ്ഞു പോയത്. പിള്ളേരുടെയൊക്കെ കമ്മലൊക്കെ കളഞ്ഞു പോകുമ്പോൾ ഞാൻ പറയും എന്തോ നോക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ, സ്ക്രൂ ടൈറ്റ് ആക്കാത്ത എന്താന്നൊക്കെ ചോദിക്കുന്ന എനിക്കിങ്ങനെ വന്നു. എന്ന് വെച്ചാൽ ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ എന്നും കമ്മലൂരി വയ്ക്കും, രാവിലെയാണ് എടുത്ത് ഇടുന്നത്. അന്നത്തെ ദിവസം പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ വന്നിട്ട് ഈ ചെവിയിലെ കമ്മൽ ഊരി വെച്ചു. ഈ ചെവിയിലെ കമ്മൽ ഊരാനായിട്ട് കൈ വെച്ചപ്പോൾ കമ്മലില്ല. അപ്പം ഞാൻ വെച്ചു ഇത് ഞാൻ ഊരില്ലല്ലോ. അപ്പോൾ എനിക്ക് പിടികിട്ടി ഈ കോട്ടും മറ്റേ ആ മഫ്ലറും ഒക്കെ കൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിയിരുന്നിട്ട് എവിടെയോ സ്ക്രൂ ഒരു വിശേഷം അകലം ഊരിയിരുന്ന് കാണും. അത് തട്ടിയിട്ടത് പോയി, എൻ്റെ കമ്മൽ പോയി. എന്നാൽ എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷിക്കുന്നതിനിടയിൽ വിഷമിക്കാൻ എന്തെങ്കിലും 1-2 കാര്യങ്ങൾ തരും. അതൊന്നാണ്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയെങ്കിലും അവർ സ്റ്റെല്ലിങ് മത്സരം വിഷമിക്കില്ല. അതുപോലെ വേറെ കമ്മൽ പോയി പണിയിപ്പിക്കും. ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ ദുഃഖിച്ച് എൻ്റെ ബാക്കിയുള്ളൊരു 5-6 ദിവസത്തെ ട്രിപ്പിൽ ഞാൻ വിഷമിച്ചിരിക്കത്തില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഞാനും അമ്മ നടക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കടയിൽ പോയപ്പോൾ ആക്സസറീസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ നിന്ന് എനിക്ക് ഈ ഒരു കമ്മൽ കിട്ടി. അത്യാവശ്യം വിലയുണ്ടായിരുന്നു, എന്നാലും കംഫർട്ടബിളായിട്ട് എനിക്ക് ഇടാപ്പെടുന്ന ഒരു കമ്മൽ കിട്ടി. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. നിങ്ങളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും പറയും ട്രാവൽ ചെയ്യുമ്പോൾ ഒറിജിനൽ ജ്വല്ലറി ഒന്നും കൊണ്ടുപോകരുത്. എനിക്ക് മനസ്സിൽ ഒറിജിനൽ കൊണ്ടുപോകാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു കമ്മൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഈ ടൈപ്പ് ഒരു കമ്മൽ ഞാൻ കുറേ നാളായിട്ട് ഇവിടെയൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. പലയിടത്തും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ നോക്കുന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. അതുകൊണ്ടാണ് കമ്മലിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നില്ല, നമ്മളെ കാണാൻ കൊള്ളത്തില്ല. പക്ഷേ കമ്മലിട്ടെന്ന് വെച്ചാൽ വലിയ ഭംഗിയൊന്നും എക്സ്ട്രാ ആഡ് ആവത്തില്ല. പക്ഷെ നമ്മുടെ ഒരു വിചാരമാണൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചെവിയിലൊരു കമ്മലില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്താ കമ്മൽ കൊണ്ടുപോയി. ഞാൻ എന്തിനു കൊണ്ടുപോയോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അവിടെ ഇനി എന്തെങ്കിലും ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ സ്വർണ്ണം അല്ലാത്ത കമ്മലുകൾ വേണം ക്യാരി ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കത് വെറുതെ ആവശ്യമില്ലാത്തൊരു വിഷമം. ഇപ്പോഴും എനിക്ക് ആ ഇഷാനിയുടെ മൊബൈൽ അടിച്ചുകൊണ്ട് പോയതിനെക്കുറിച്ച് ആലോചിക്കുക. അതൊരു പെണ്ണായിരുന്നു. ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ആ ഒരു പെണ്ണാണ് ഇഷാനി ഒന്നിങ്ങനെ തട്ടിയിട്ട് പോയത്. എന്നാലും നമ്മുടെയൊക്കെ വിചാരം നമ്മൾ ഭയങ്കര സ്മാർട്ടാണ്, നമ്മളെയൊന്നും പറ്റിച്ചുകൊണ്ട് ആർക്കും പോകാൻ പറ്റത്തില്ല എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ താഴെ കൂടെയാണ് ഓരോരുത്തർ വന്ന് നമുക്ക് പണി തന്നിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഇന്ന് നമ്മുടെ ഇവിടുത്തെ ലഞ്ച് എന്തായിരുന്നു? ഇന്ന് മറ്റേ ചീരക്കറി. ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് ചീര വാങ്ങിച്ച് കാണിച്ചു. ആ ചീര എപ്പോൾ കണ്ടാലും ഞാൻ വാങ്ങിക്കും. ബിക്കോസ് അത് വെച്ചിട്ടൊരു നല്ല അടിപൊളി ലൂസ് കറിയൊക്കെ എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് കുറേ ചീര നമ്മുടെ അകത്ത് പോലെ. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരു കണ്ണ് അവിടെ ആ അപ്പുറത്തെ പറമ്പിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ ഒരു മാവിൽ കുറേ മാങ്ങ കാച്ചു കിടക്കുക. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ മാവ് നട്ടിട്ട് കിച്ചുമൊക്കെ അതിന് മരുന്നൊഴിച്ച് വെള്ളം ഒഴിച്ച് ഭയങ്കര വളവും ഇട്ട് ഇത്രയും ടേക്ക് കെയർ ചെയ്യും. അത് കാച്ചിട്ടേയില്ല. അത് ആ പറമ്പിൽ ആകെ വല്ലപ്പോഴും ഒരു മഴ പെയ്താൽ ഇച്ചിരി വെള്ളം കിട്ടും, അല്ലാതെ ആരും കെയർ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു പറമ്പാണ്. അവിടെ നോക്കുക എന്തുമാത്രം മാങ്ങ. കൊതിയാവും, നിങ്ങൾ കാണണോ? ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഓക്കെ, അടിപൊളി. ചൂട് നല്ല കൂടുതല, ഞാൻ പറഞ്ഞില്ലേ. ആരോ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ഈ ചെടിയിൽ ഞാൻ ഈ ചട്ടിയിലെ ഈ ചെടിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇതിനെ ഞാൻ നട്ടതൊന്നുമല്ല, എപ്പോഴും ഏതോ സ്ഥലത്തുനിന്ന് പോയപ്പോൾ ഇച്ചിരി പിച്ചി കിട്ടിയത് ഞാൻ കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് അതങ്ങ് രക്ഷപ്പെട്ടത്. ആരോ പറഞ്ഞു അത് മാറ്റി നട്ടാൽ നന്നായിരിക്കും. അങ്ങനെ ഞാൻ അതിനെ ഒന്ന് മാറ്റി. അതിൻ്റെ ഗതി എന്തായാലും നോക്കട്ടെ. ഞാൻ അതിനെ ഇങ്ങനെ ഒരു ചട്ടിയിലോട്ട് എടുത്തങ്ങ് വെച്ചു. കൊള്ളാലോ, നല്ല സ്മാർട്ടായിട്ടിരിക്കുന്നുണ്ടല്ലോ. കൊള്ളാം. ഞാൻ വിചാരിച്ചതെങ്ങാനും വല്ലതും പറ്റുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കൊള്ളാം, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോഗൻവില്ലയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പുറത്ത്.
ജിംനാസ്റ്റിക് ബേബി. ആരും നടാതെ താനെ വളരണ ഒരു ചെടിയാണ് ഈ സാധനം. ഇന്നാളിവിടെ നിന്നതിന് വളഞ്ഞതേ ഉള്ളൂ. വീണ്ടും എന്താ ആലിലക്കണ്ണ. ഓ, ഞാൻ വിചാരിച്ചൊരു പിഴുത് കളഞ്ഞു കേട്ടോ, മുറിച്ച് മാറ്റിയതായിരുന്നോ? ആ ബെസ്റ്റ്. ബേബി, നീ പാട്ട് കേൾക്കുമോ ഡ്രൈവ് ചെയ്യുമ്പോൾ? പിന്നെ നീ കോൺസെൻട്രേറ്റ് ചെയ്യുമോ അപ്പോൾ? ബൈ ബൈ. വീട്ടിൽ കൊണ്ടിരിക്കുന്നു. ആ എന്താടാ എന്താ 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 പൂച്ച കാണിക്കുന്നത്? കളിക്കുന്നു നമ്മുടെ കൂടെ. പിന്നെ ചെറുതിലെ സുഖമില്ലായിരുന്നല്ലോ. ഇതിന്റെ പേരെന്താ? ഇവന്റെ പേരെന്താ? ഇഷാനിയൊക്കെ വിയേർഡ് പേരുകളൊക്കെയാണ് ഇടയ്ക്ക് ഇടുന്നത്. ഫെലിക്സിനെ അവിടെ കണ്ടു കിട്ടി. അറ്റത്തെ വീട്ടിലിപ്പോ ഉണ്ട്. ആണോ? ഇത് കിച്ചു നട്ടതോ താനേ വന്നതോ? അതെന്താ കിച്ചുവിന്റെ പിന്നാലെ നടക്കുന്നത്? എപ്പോഴും അങ്ങനെയാ. ഒട്ടും സുഖമില്ലായിരുന്നിട്ട് അന്ന് 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നതിൽ ഇവനും വേറെത്തിനാണ് രക്ഷപ്പെട്ടത്, സർവൈവ് ചെയ്തത്. ഇവനെ എടുത്തു വെച്ച് നമ്മൾ മരുന്ന് കൊടുത്തോണ്ടിരുന്നോണ്ട് ഇവൻ എപ്പോഴും നമ്മുടെ കൂടെ നടക്കും. കുഞ്ഞിയിലുണ്ടായതാന്ന് തോന്നുന്നു. കുഞ്ഞിയുടെ ബേബിയാണോ? കുഞ്ഞാണാണ്. കുഞ്ഞാണോ? കുഞ്ഞാണായിരുന്നു. ഒരു 5 മിനിറ്റ് ഗാർഡനിൽ കറങ്ങി അവിടെ നിന്ന് കുറച്ച് സംസാരിക്കാന്ന് വെച്ചപ്പോൾ പട്ടി കുര നിർത്തണമില്ല, കുറച്ച് കൊണ്ടിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്തായി. കൊത്തു കടിച്ച് കൊല്ലുന്നു. അപ്പോൾ സീ ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ ടാറ്റാ.